ക്ലബ് വേൾഡ് കപ്പിന്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ അങ്ങനെ അവസാനിച്ചു. ഫസ്റ്റ് സെറ്റ് മീൻസ് ആ ഒരു ആദ്യത്തെ 2 ക്വാർട്ടർ ഫൈനൽ, ആദ്യം ഫ്ലുമിനൻസ് വേഴ്സസ് അൽ ഹിലാലും പിന്നെ ചെൽസി വേഴ്സസ് പാൽമിറാസും. ആദ്യം ചെൽസി വേഴ്സസ് പാൽമിറാസ് ആയിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. സോ ചെൽസി വേഴ്സസ് പാൽമിറാസ് മാച്ചിൽ 2-1 എന്നുള്ളൊരു സ്കോറിന് ചെൽസി വിജയിച്ചു. നമ്മളെല്ലാവരും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെൽസി വിജയിക്കും എന്നുള്ളത്. പക്ഷേ 50-50 ചാൻസ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പറയുമല്ലോ ചെൽസി തന്നെ ആയിരിക്കും വിജയിക്കുക, കാരണം പ്രീമിയർ ലീഗിലുള്ള ടീമാണ്, അതുകൊണ്ട് ചെൽസി തന്നെ വിജയിക്കുമെന്നാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാം. പക്ഷേ പാൽമിറാസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടീമല്ല. അവന്മാർ ബ്രസീലിയൻ ടീമിൽ ഏറ്റവും എന്താ പറയുക, ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ അടിപൊളിയായിട്ട് കളിച്ചൊരു ടീമാണ് പാൽമിറാസ് എന്ന് പറയുന്നത്. സോ അവർ നല്ല പോലെ ഫൈറ്റ് ചെയ്തു. തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണോ, ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കോൾ പാമറിൻ്റെ ഒരു ഗോളോട് കൂടി അവർ മുന്നിലെത്തി. ആ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഒരു ചെൽസി ഡോമിനേഷൻ ആയിരുന്നു, കംപ്ലീറ്റ് ചെൽസി ഡോമിനേഷൻ ആയിരുന്നു. ഈ പാൽമിറാസ് ലിറ്ററലി ഇവന്മാരെന്താ ചെയ്യുന്നത് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവന്മാർ കരുതിയ പോലെ അല്ല ചെൽസി കളിച്ചത്, പാൽമിറാസ് വിചാരിച്ച പോലെ അല്ല ചെൽസി കളിച്ചത്. അങ്ങനെയായിരുന്നു ആ ഒരു മാച്ച്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിൽ ചെൽസി പാമറിലൂടെ ഒരു ലീഡ് എടുത്തു, അവർ മുന്നിലെത്തി. സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് പാൽമിറാസിന് മനസ്സിലായി ചെൽസി എങ്ങനെയാണ് അവരുടെ വേ ഓഫ് പ്ലേയിങ്. പാമറിലൂടെയാണ് അവരുടെ മെയിൻ അറ്റാക്കിംഗ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സെക്കൻഡ് ഹാഫിൽ പാൽമിറാസ് അതിനനുസരിച്ച് പ്ലെയേഴ്സിനെ സെറ്റ് ചെയ്തു, അവരുടെ കോച്ച് അതിനനുസരിച്ച് പ്ലേയിങ് സ്റ്റൈൽ മാറ്റി. ഓക്കെ, അങ്ങനെ വന്ന സമയത്ത് 54-ാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ വണ്ടർ കിഡായിട്ടുള്ള എസ്തവാവിൻ്റെ ഒരു വണ്ടർ ഗോൾ, ഒരു കിഡിലെ മാജിക്കൽ ഗോൾ. നമ്മൾ ഗോളാവും തന്നെ പ്രതീക്ഷിച്ചില്ല. ആ ഒരു കോർണറിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന്, പക്ഷെ അത്രയ്ക്ക് ദൂരമില്ല, എന്തായാലും ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ, പക്ഷെ എന്നാലും ആ ഒരു റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട് അടിച്ച് പോസ്റ്റ് മാറ്റി ഉള്ളിലേക്ക് പോയി അത് കംപ്ലീറ്റ് ചെൽസി ഗോൾ കീപ്പർ ബീറ്റണായി. ഓക്കെ, അങ്ങനെ ഒരു ഗോളിൽ മുന്നിലെത്തി. പിന്നെ രണ്ടാമത്തെ ഗോൾ ചെൽസിയുടെ ഭാഗത്ത് നിന്നും വന്നത്, അതായത് വെവേർട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാൽമിറാസിന്റെ ഗോൾ കീപ്പറിന്റെ കയ്യിൽ നിന്നുള്ള ഓൺ ഗോളാണ്. ഒരു ചൈൽഡിഷ് മിസ്റ്റേക്ക്. മാച്ച് അങ്ങോട്ട് ഓണായി വരികയായിരുന്നു, അപ്പോഴാണ് ഇയാൾ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. 82-ാമത്തെ മിനിറ്റിൽ 83-ാമത്തെ മിനിറ്റിലേക്കല്ലേ. എന്നിട്ട് ആ ഒരു ഗോൾ വന്നു. പിന്നെ ഒന്നും ചെയ്യാമല്ലോ, പാൽമിറാസ് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ എസ്തവാവിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തു. എസ്തവാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനി ഫ്യൂച്ചറിലോട്ട് പോകാൻ പോകുന്ന ക്ലബ്ബാണ് ചെൽസി. ഓക്കെ, ചെൽസിയുമായിട്ട് ഓൾമോസ്റ്റ് സൈൻ ചെയ്തു. ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ചെൽസിയിലോട്ട് പോയി ജോയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ 2-1 എന്നുള്ളൊരു സ്കോറിന് രണ്ടാമത്തെ ഗോൾ വെബേർട്ടിൻ്റെ ഓൺ ഗോളായി. പിന്നെ മാച്ച് അങ്ങനെ അവസാനിച്ചു. കാര്യമായിട്ട് ഡ്രമാറ്റിക്കലി ഒന്നും സംഭവിച്ചിട്ടില്ല. അവസാനം പിന്നെ വെബേർട്ടിൻ്റെ കുറേ സേവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഫസ്റ്റത്തെ മാച്ചിൽ, ദാറ്റ് മീൻസ് ഫസ്റ്റ് ക്വാർട്ടർ ഫൈനലിൽ ചെൽസി സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. പിന്നെ ഫ്ലുമിനൻസ് വേഴ്സസ് അൽ ഹിലാലിന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ചെറിയ ടീമിനോട് തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഫ്ലുമിനൻസ് ഒരു ചെറിയ ടീമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അൽ ഹിലാൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്താണോ മെന്റാലിറ്റി ഉണ്ടായിരുന്നത് അവർ തോറ്റപ്പോൾ അവരുടെ അവസ്ഥ എന്താണോ അതാണ് ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ അൽ ഹിലാലിന് സംഭവിച്ചത്. അൽ ഹിലാൽ നല്ലപോലെ ട്രൈ ചെയ്തു, പക്ഷേ ഫ്ലുമിനൻസ് അവർക്ക് കിട്ടിയ ചാൻസ് മുതലാക്കി. ഓക്കെ, അവരുടെ ഫസ്റ്റ് ഹാഫിൽ മാർട്ടിനെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഗോൾ സ്കോർ ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ഹെർക്കുലീസ് ഗോൾ സ്കോർ ചെയ്തു. ആരൊക്കെയാണോ എന്തരോ, നമുക്ക് ആകെ ഫ്ലുമിനൻസിൽ അറിയാം തിയാഗോ സിൽവനെയാണ്. പിന്നെ ഈ ക്ലബ് വേൾഡ് കപ്പ് കണ്ടപ്പോൾ അവരൊക്കെ മനസ്സിലായി. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ലിയനാർഡോയിലൂടെ അൽ ഹിലാൽ ഒരു ഗോൾ സ്കോർ ചെയ്തു, അവർ മുന്നിലെത്തി. ഓക്കെ, ഈക്വലൈസ് ചെയ്തു. 1-1 ഉള്ള സ്കോറായി. പിന്നെയാണ് ഹെർക്കുലീസിന്റെ വക സെക്കൻഡ് ഹാഫിൽ അവസാന നിമിഷം ആ ഒരു ഗോൾ വന്നത്. അങ്ങനെ 2-1 ഉള്ളൊരു സ്കോർ മാച്ച് അവസാനിച്ചു. ഈ മാച്ച് ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു. അതായത് കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂലിബാലിനെ ഒരു കോർണറിന്റെ ഇടയിൽ ഫൗൾ വെച്ചതിന് അൽ ഹിലാലിന് പെനാൽറ്റി കൊടുത്തില്ല. അതായത് ഫസ്റ്റ് ഹാഫിൽ ആദ്യം അൽ ഹിലാലിന് ഒരു പെനാൽറ്റി കൊടുത്തു, ഓക്കെ, ഒരു കോർണറിന് ഫൗൾ വെച്ചതിന്. പക്ഷെ ആ പെനാൽറ്റി വാർ ചെക്ക് ചെയ്ത സമയത്ത് പ്രോപ്പർ ഡൈവിംഗ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. സെക്കൻഡ് ഹാഫിൽ അതുപോലെ കൂലിബാലിനെ ശരിക്കും ഒരു ഫൗൾ ചെയ്തു, പക്ഷെ അതിന് റഫറി പെനാൽറ്റി കൊടുത്തില്ല. ഓക്കെ, അത് ആ ഒരു കഴിഞ്ഞ ആ ഒരു ഡൈവിങ്ങിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ മാച്ച് അവസാനിച്ചു. അവസാനം അൽ ഹിലാലിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ബോണോ ഒക്കെ ഭയങ്കര എന്താ പറയാ ഇമോഷണലായിട്ട് റഫറിനോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബോണോന്റെ ഒക്കെ കുറെ സേവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാച്ച് അവസാനിച്ചു 2-1 എന്നുള്ളൊരു സ്കോറിന് അൽ ഹിലാൽ പുറത്തായി. ഫ്ലുമിനൻസ് വേഴ്സസ് ചെൽസിയാണ് ഒരു സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത്. അങ്ങനെ മാച്ച് അവസാനിച്ചു. ഇനി ഇന്നുണ്ട് ഏതൊക്കെയാ, ബയൺ മ്യൂണിക് വേഴ്സസ് PSG-യും റയൽ മാഡ്രിഡ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ടും. അത് രണ്ട് നല്ല കിടിലൻ മത്സരമായിരിക്കും. നമുക്ക് എന്തായാലും ഇനി അത് കാണാം. സോ താങ്ക് യു സോ മച്ച്.